താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അതായത് ഞാനിവിടെ ഇരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലെ ആബെ സർവീസസിൻ്റെ ഓഫീസിലാണ്. ആൻഡ് എൻ്റെ കൂടെ ഇരിക്കുന്നത് പ്രദീപ് അബ്രഹാം ആൻഡ് സോനിയ റോസ് ആൻ്റണി, ഡയറക്ടേഴ്സ് ഓഫ് ആബെ സർവീസസ്, ഓസ്ട്രേലിയൻ സ്റ്റഡി എക്സ്പേർട്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നത് വെച്ചാൽ ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ഒരു രാജ്യത്തേക്കും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. ഗൂഗിളേ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിച്ചേ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഫോർ ആബെ സർവീസസ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കാണ് നിങ്ങളുടെ കുട്ടികളെ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. സോ വൈ ഓസ്ട്രേലിയ? അതായത് മറ്റ് കൺട്രികൾ, ഞങ്ങൾ ഓസ്ട്രേലിയ മാത്രം ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ സേഫാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അവിടെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ സെറ്റിൽ ആവാൻ, അല്ലെങ്കിൽ മറ്റേ ഫ്യൂച്ചറിൽ അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്യാരണ്ടീഡ് ആണ്. മറ്റ് കൺട്രികളിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി കിട്ടണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. അതാണ് ഞങ്ങൾ ഓസ്ട്രേലിയ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ബേസിക്കലി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അതിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ഓസ്ട്രേലിയ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എഡ്യൂക്കേഷണൽ ഏജൻറ്റ് കൗൺസിലേഴ്സ് ആണെന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഏജൻറ്റ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ്? ബിക്കോസ് ഒരുപാട് ആൾക്കാർക്കുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഡിസിഷൻസും അഡ്വൈസും കൊടുക്കാൻ, അതിൽ കറക്റ്റായിട്ടൊരു എഡ്യൂക്കേഷൻ ഏജൻറ്റിനായിട്ട് തിരഞ്ഞെടുക്കാനും അത് നിങ്ങളത് എങ്ങനെയാണ് നടത്തുന്നത്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജൻസ് ആണ്. അതിനൊരു ടെസ്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് തന്നെ അവരുടെ ടെസ്റ്റ് പാസ്സായവരാണ് ഞങ്ങൾ രണ്ടുപേരും. QEC എന്ന് പറയും, ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജൻറ്റ് കൗൺസിലേഴ്സ്. അതിന് അവരുടെ ഒരു കോഡും ഉണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കൊരു വ്യക്തമായിട്ട് ഓസ്ട്രേലിയയെക്കുറിച്ച് പെർഫെക്റ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം, യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും നല്ലപോലെ അറിയാം, കോഴ്സിനെ കുറിച്ചും അതിൻ്റെ കരിയർ ഔട്ട്കത്തെക്കുറിച്ചും അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊരു സ്റ്റുഡൻറ്റും പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര എളുപ്പം. അതേ ഇത് തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫിന്, കൗൺസിലേഴ്സിന് നമ്മൾ തന്നെയാണ് അവരെയും ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കതൊരു ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുമോ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പം ഈ ഒരു കൃത്യമായിട്ടൊരു കുട്ടിക്ക് ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടുവരുന്ന ആൾക്ക് പെട്ടെന്ന് ഓസ്ട്രേലിയ പോലുള്ള ഒരു കറക്റ്റ് ടൈം എപ്പോഴാണ്? നമ്മുടെ മെയിനായിട്ട് വരുന്ന ഇൻടേക്ക് എന്ന് പറയുന്നത് ഫെബ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജൂലൈയാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇൻടേക്കുകളുണ്ട്, സെപ്റ്റംബർ, ഒക്ടോബർ, അതൊക്കെ ചെറിയ ചെറിയ ഇൻടേക്കുകൾ. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അങ്ങനെയുള്ള ചെറിയ കുറച്ച് എഞ്ചിനീയറിംഗ് ഐറ്റം ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് നവംബർ ഇൻടേക്ക് ഉണ്ട്. എത്ര യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? നമുക്കിപ്പോൾ 22 യൂണിവേഴ്സിറ്റീസാണ് ഓസ്ട്രേലിയയിലുള്ളത്. ടോട്ടൽ 42 ആണുള്ളത്. അതിനകത്ത് 22 നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു ഡയറക്റ്റ് ഡീൽ വിത്ത് യൂണിവേഴ്സിറ്റീസ്, ഇടയിലുള്ള ആൾക്കാരൊന്നുമില്ല. അത് മാത്രമല്ല, സാധാരണ നിലയിൽ ഏറ്റവും അധികം ആൾക്കാർ നോക്കുന്ന കോഴ്സസ് കേരളത്തിൽ എന്താ? കേരളത്തിൽ ആക്ച്വലി ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. അതിനകത്ത് കൂടുതലും നേഴ്സിംഗ് ആണ്. പക്ഷെ അതിലും ഐ തിങ്ക് അതിലൊരു ഞാനിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പലരും സംസാരിക്കുമ്പോൾ വളരെ കേൾക്കാത്ത സബ്ജക്റ്റുകളും ടോപ്പിക്സും ഒക്കെ അവർ പഠിക്കുന്നു. വലിയ സന്തോഷം അത് കേൾക്കുമ്പോൾ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് വന്ന ഒരു കറക്റ്റായിട്ട് ഇപ്പം അത് പറയുമ്പോൾ നിങ്ങളുടെ Feb 2025 100% വിസ ഇൻടേക്ക് എന്ന് ഞാൻ കണ്ടു. സോ അതെങ്ങനെ, ഹൗ ഡസ് ഇറ്റ് റിഫ്ലക്റ്റ് യുവർ ഈ കുട്ടികളെ അയക്കുന്നത് അവിടെ പോയിട്ടുള്ള അതും അഡ്മിഷനും വേണ്ടേ? അതെന്ന് പറയുന്നത് നമ്മളുടെ അതായത് 100 സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻ വെച്ചാൽ 100 പേരുടെയും വിസ വരുമ്പോഴാണല്ലോ നമുക്ക് 100% എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ ആപ്ലിക്കേഷൻ വെച്ച് എത്ര ആപ്ലിക്കേഷൻ വെച്ചാൽ ടോട്ടൽ വിസയും സക്സസ് ആയതുകൊണ്ടാണ്. ഞങ്ങൾ പൊതുവെ അഡ്മിഷൻ്റെ ടൈം തൊട്ട് സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത്, ഫിനാൻഷ്യൽസും എല്ലാം ചെക്ക് ചെയ്ത്, ഈവൻ അഡ്മിഷൻ്റെ സമയത്താണെങ്കിലും വിസയുടെ സമയത്താണെങ്കിലും ഒരു 5 ലെയർ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് വിസയ്ക്ക് വെക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു 100% വിസ സക്സസ് റേറ്റിൻ്റെ ഒരു മെയിൻ കാരണമാണ്. ഇപ്പോൾ നഴ്സിംഗ് ആണ് ഏറ്റവും അധികം പക്ഷേ എന്നാലും ഒരു കുട്ടിക്ക് കൃത്യമായി സെലക്ട് ചെയ്യാനുള്ള കോഴ്സ് അത് അവർക്ക് മനസ്സിലാക്കി പ്രൊഫൈൽ സെലക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതെങ്ങനെയാണ് നടത്തുന്നത്? അതായത് നിങ്ങൾക്ക് ഇതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അവരുടെ ഒരു സ്കില്ലിനെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സബ്ജക്റ്റ് ആദ്യം അവർ +2 ആണെങ്കിൽ, അല്ല ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ പഠിച്ച സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ, അവർ എക്സ്ട്രാ ടൈമിൽ അവരെന്തിലാണ് കൂടുതൽ സമയം, അത് അവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതൊരു കാരണവന്മാർക്ക് അറിയാൻ പറ്റില്ല, അല്ലെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റത്തില്ല. അത് ആ പർട്ടിക്കുലർ ആ സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും അവർക്ക് എന്താണ് വേണ്ടത്. അത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ അവർ ചിലപ്പോൾ ഇന്ന കോഴ്സ് മതി എന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ. പക്ഷെ അതല്ല, ആക്ച്വലി അവരുടെ ഫയൽ അല്ല അവരുടെ മാർക്ക് കാണുമ്പം, അല്ലെ സബ്ജക്റ്റുകൾ കാണുമ്പം, അവരുടെ സ്റ്റഡിയുടെ ലെവൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എന്തിലാണ് താല്പര്യമെന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു പരിധി വരെ അസസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി സ്റ്റുഡൻറ്റിനോട് തന്നെ റിസർച്ച് ചെയ്യാൻ പറയും. നമ്മൾ ഒത്തിരി ഓപ്ഷൻസ് കൊടുക്കും, എന്നിട്ട് അവർ തന്നെ റിസർച്ച് ചെയ്യട്ടെ. അവർക്ക് നമ്മൾ സമയവും കൊടുക്കും. അപ്പോൾ ആ റിസർച്ചിൻ്റെ ബേസിലാണ് പിന്നെ ഫൈനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് കോഴ്സ് സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് പറയും നിങ്ങൾ കോഴ്സ് സ്ട്രക്ചർ നോക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണോ നോക്കുക. ഞങ്ങളുടെ എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽഡ് കൗൺസിലിംഗ് സെഷനാണ്. അപ്പം പൊതുവെ എല്ലാ ഓപ്ഷൻസും കൊടുക്കും കൊച്ചിന്. യൂണിവേഴ്സിറ്റീസിൻ്റെ ഓപ്ഷൻസ്, കോഴ്സിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൊടുക്കും. ഇപ്പോൾ റീജിയനിലാണ്, സിറ്റിയാണ്, എല്ലാം കൊടുക്കും. എന്നിട്ട് അവരോട് സമയം എടുത്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയും. അങ്ങനെ ഒരു സമയം എടുത്ത് തിരിച്ചു വന്നാൽ പിന്നെ അടുത്തെന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. അല്ല, ആപ്ലിക്കേഷൻ. അത് അപ്പോൾ ആ പ്രോസസ്സ് മൊത്തം നിങ്ങൾ തന്നെ ചെയ്യുന്നത്? എല്ലാ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഞാനാണ്, GS ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുന്നത് ഞാനാണ്, വിസ സബ്മിറ്റ് ചെയ്യുന്നത് പതിവ്. ഇത് രണ്ടും ചെയ്തിട്ട് പിന്നെ അവർക്കുള്ളൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് വേണമല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സെഷൻസ് എങ്ങനെയാണ് കുട്ടികളുടെ കൂടെ? ഫിനാൻഷ്യൽ അഡ്വൈസ് നമ്മൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഓസ്ട്രേലിയയുടെ ഒരു കണ്ടീഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിൻ്റെ ലിവിങ് കോസ്റ്റ് കാണിക്കണം. 1 ഇയർ ലിവിങ് കോസ്റ്റ് കാണിക്കണം, 1 ഇയറിൻ്റെ ട്യൂഷൻ ഫീസ് കാണിക്കണം, അപ്പ് ആൻഡ് ഡൗൺ എയർ ഫെയറും കാണിക്കണം. അത് കമ്പൽസറി ആയിട്ട് കാണിക്കേണ്ട സംഭവമാണ്. അത് ഫണ്ട് റിക്വയർമെൻ്റ് ആണ്. അതിപ്പോൾ ഏത് വിസയ്ക്കും എല്ലാ കൺട്രിക്കും അങ്ങനെ ഉണ്ട്. പക്ഷേ ഓസ്ട്രേലിയ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. ഇത് ഭയങ്കര വെരിഫിക്കേഷനും എല്ലാം നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എന്താ പറയുന്നത്, ബാക്കിപ്പോൾ അല്ലെങ്കിൽ സേവിങ്സ് അല്ലെങ്കിൽ FD ഇങ്ങനെയുള്ളത് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ വേണേലും ഫണ്ട് വെക്കാം, പേരൻസിൻ്റെ. ഇല്ല എങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ലോണായിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും. ആൻഡ് ഇതിൽ EMI ഫെസിലിറ്റി ഉണ്ടോ? EMI അല്ല, എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയക്ക് 2 ടൈപ്പ് റിക്വയർമെന്റ് ഉണ്ട്. ഒന്ന് ഫണ്ട് റിക്വയർമെന്റ്, 2 ഇൻകം റിക്വയർമെന്റ്. അപ്പം ഫിനാൻഷ്യൽ റിക്വയർമെന്റിനകത്താണ് പതിവ് പറഞ്ഞ ഫസ്റ്റ് ഇയർ 1 ഇയർ ട്യൂഷൻ ഫീ, 1 ഇയർ ലിവിങ് എക്സ്പെൻസ് പ്ലസ് ട്രാവൽ എക്സ്പെൻസ്. ആ ഫണ്ടാണ് പതിവ് പറഞ്ഞ ഏതർ എഡ്യൂക്കേഷൻ ലോണായിട്ട് കാണിക്കാം, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ്, പേരൻസിന്റെ. പിന്നെ നമുക്കൊരു ലിസ്റ്റ് ഓഫ് സ്പോൺസേഴ്സ് ഉണ്ട്, എലിജിബിൾ ലിസ്റ്റ് ഓഫ് സ്പോൺസേഴ്സ് ഉണ്ട്. അതിലൊക്കെയാണ് ശരിക്കും ഒരു ഏജന്റിന്റെ അഡ്വൈസ് വേണ്ടി വരിക. പിന്നെ ഇൻകം ആണ് മറ്റേ സൈഡ്. ഇൻകം ബേസിക്കലി പേരൻസിന്റെ നമ്മൾ കാണിക്കും. അപ്പോൾ ഈ ഏജന്റിനെ കണ്ടുപിടിക്കാൻ ഒരാൾക്ക്, അതായത് അവരുടെ വെബ്സൈറ്റുകളിൽ, യൂണിവേഴ്സിറ്റീസ് വെബ്സൈറ്റിൽ നിങ്ങളുടെയൊക്കെ പേരുണ്ടാവണം അല്ലേ? യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഒരു ഒഫീഷ്യൽ ഏജന്റ് ആണെങ്കിൽ അവരുടെ പേരുണ്ടാവും. അല്ലാതെ ഏത് ഏജന്റിൻ്റെ അടുത്ത് പോയാലും അവർക്കത് എന്താ പറയുന്നത്, കൈകാര്യം ചെയ്യാൻ അവർക്കത് കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, സ്റ്റുഡൻറ്റ് ട്രാപ്പിലാവാനുള്ള ചാൻസും. അങ്ങനെ ട്രാപ്പിലാവുന്നുണ്ടോ കുട്ടികൾ? തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഇവിടെ വരുന്ന ചില പിള്ളേർ മിസ്ഗൈഡ് ചെയ്ത പിള്ളേർ നമുക്ക് വരും. നമ്മളെ സംബന്ധിച്ച് ചില സമയത്ത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയിലാക്കിയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരാറുണ്ട്. അപ്പം പൊതുവേ ഞങ്ങൾ പിള്ളേരോട് പറയും, നിങ്ങൾ ആദ്യം പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു സ്റ്റുഡൻറ്റിന് ഏജന്റ് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല, അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം നിങ്ങൾ ഇപ്പം എവിടുന്നേലൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണെങ്കിൽ ആദ്യം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോവുക. ഏജൻസിനെ അവർ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഇപ്പം ഇന്ത്യ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് ഏജൻസ് എല്ലാം വരും. അതിൽ നിന്നൊരു ഓതറൈസ്ഡ് ഏജന്റിനെ ചൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അപ്പം അത് അങ്ങനെ തന്നെ ഒരു പരിധി വരെ എന്താ പറയുക, ഈ മിസ്ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് ഈ കുട്ടികൾ അവിടെ പോകുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോയ കുട്ടികളാണെങ്കിൽ നല്ല മാർക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. പിന്നെ അതുമാതിരി ചില സമയത്ത് ഈ ഹോം സിക്നെസ് വന്ന അതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് സാധാരണ നിങ്ങൾ സഹായിക്കാറ്? യൂണിവേഴ്സിറ്റിക്ക് സപ്പോർട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് എത്തുമല്ലേ? നമ്മളിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ അവർക്ക് ഡിഫിക്കൽട്ട് ആണ്, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസ്, ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് വരാറുണ്ട്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന മലയാള പിള്ളേരല്ല, +2 കഴിഞ്ഞ് പോകുന്ന കൂടുതൽ സ്റ്റുഡൻസിന് അങ്ങനെ കുറച്ച് പേർക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ നമ്മളെ പേരൻസോ അവരോ നമ്മളെ ഇത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ പറ്റും. അവർക്കൊരു കാരണവശാലും അത് ബുദ്ധിമുട്ടായിട്ട് വരികയില്ല, അവർ ക്ലിയർ ആയിക്കോളൂ. അത് ആദ്യത്തെ ഒരു 2-3 മാസത്തെ പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. നമ്മുടെ കേസിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് നല്ല റിലേഷനാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളുമായിട്ടും നമുക്ക് നല്ല സ്ട്രോങ് റിലേഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ ഓൺഷോർ ടീമിനെ കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഠിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് ആ സപ്പോർട്ട്, എല്ലാത്തിനും സപ്പോർട്ട് ഡിഫറെൻറ്റാണ്. കൾച്ചർ ഷോക്ക് ആണെങ്കിൽ ആ സപ്പോർട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റി ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഈ ഒരു 18 വർഷത്തെ ഇതുള്ളത് കൊണ്ട്. അതെ, നിങ്ങൾ 18 ഇയേഴ്സ് ഉള്ളത് അങ്ങനത്തെ ഒരു നമുക്ക് തന്നെ കാണാം അവിടെ മലയാളി ഫാമിലീസ് പരിചയമുള്ളവരും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ തന്നെ വിട്ട ആൾക്കാർ ഫാമിലിയായിട്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ, പലർക്കും ജീവിതം ഒരു വേറൊരു രാജ്യത്ത്. അല്ല, ഞങ്ങളവിടെ ട്രാവൽ ചെയ്യുമ്പോഴാണേലും ഇപ്പം ഞങ്ങൾ മെൽബൺ ഏതെങ്കിലും സിറ്റിയിലൊക്കെ ചെല്ലുമ്പോഴാണേലും ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്യും, ഇന്ന് ഇവിടെ താമസിക്കാവുള്ളൂ, ഈ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാവുള്ളൂ, എങ്ങോട്ടും പോകരുത്. പക്ഷെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പം അങ്ങനെ പറ്റില്ല. അവരതിനുവേണ്ടി ലീവ് എടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. അതാ ജീവിതം, അത് നല്ല കാര്യമല്ലേ ശരിക്കും. അത് പറഞ്ഞപ്പോൾ എപ്പോഴും ഈ എപ്പോൾ പേപ്പർ നോക്കുമ്പോഴും ഒന്നല്ലെങ്കിൽ അമേരിക്കയിലുള്ള എഡ്യൂക്കേഷണൽ റൂൾസ് മാറി, അല്ലെങ്കിൽ കാനഡയിൽ മാറി, UK മാറി, ഓസ്ട്രേലിയയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ റൂളുകൾ മാറുമ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയ മാത്രം നോക്കുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ്.
റൂളുകൾ മാറുമ്പോൾ നിങ്ങളതെങ്ങനെയാണ് അപ്ഡേറ്റഡ് ആവാറ്? കാരണം ആ സമയത്ത് ചിലപ്പോൾ ഒരാളുടെ പേപ്പർ പ്രോസസ്സിലിരിക്കുമ്പോഴായിരിക്കും ഒരു ചേഞ്ച് വരിക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ഏജൻറ്റാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിധി വരെയുള്ള ഗവൺമെൻറ് റൂൾസ് ചേഞ്ചസ് ഒക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും. അതുകൂടാതെ അസോസിയേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഏജൻറ്റ്സ് ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന AERI എന്ന് പറയും, അതിൻ്റെ മെമ്പറാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട് മുന്നോട്ട് പോകും തോറും. അതാണ്. അപ്പോൾ ഇത് എപ്പോഴും അത് അറിഞ്ഞുകൊണ്ടേ ഇരിക്കണല്ലോ. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും നല്ല റൂളുകൾ വ്യത്യാസമുണ്ടോ? ഓരോ യൂണിവേഴ്സിറ്റിക്കും റൂൾ ചേഞ്ച് വ്യത്യാസമുണ്ട്. യൂണിവേഴ്സിറ്റിയാണ് GS, അതായത് ജെന്വിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്, സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് യൂണിവേഴ്സിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ് വിസയ്ക്ക് പോലും വെക്കാൻ അവർ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും അവരുടെ പ്രോസസ്സിൽ, ഫിനാൻഷ്യൽ ചെക്കപ്പില്ല. എഗെയിൻ ഒരു എന്താ പറയുന്നത്, എക്സ്പീരിയൻസ്ഡ് ഏജന്റിന്റെ ആവശ്യം അവിടെയാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയുടെ GS അല്ല അടുത്ത യൂണിവേഴ്സിറ്റിയുടെ GS, എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 22 യൂണിവേഴ്സിറ്റിക്ക് 22 പോളിസിയാണ്. റൂളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇവിടുന്ന് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സെഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. നമുക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കമ്പൽസറി ആയിട്ട്, അതായത് IELTS അല്ലെങ്കിൽ PT അത് മസ്റ്റായിട്ടും വേണം. എന്നാലേ അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യത്തുള്ളൂ. എൻട്രി ക്രൈറ്റീരിയ, സ്കോർ റിക്വയർമെൻ്റ് ഉണ്ട്. ഓരോ പ്രോഗ്രാമിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം സാധാരണ നോർമൽ ആയിട്ടുള്ള ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമിനൊക്കെ IELTS ആണെങ്കിൽ 6.5, PT ആണെങ്കിൽ 58 മതി. അതേസമയം ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാം, ഇപ്പോൾ ഫാർമസി, ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ ഓവറോൾ 7, ഇൻഡിവിജ്വൽ 7, PT ആണെങ്കിൽ ഓവറോൾ 66, ആ ഒരു റേഞ്ച് വേണ്ടി വരും. അപ്പോൾ ഇവിടെ അതിൽ ട്രെയിനിങ്, നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. നമുക്ക് 3 ഓഫീസിൽ, നമുക്ക് കോട്ടയം, എറണാകുളമാണ് ഹെഡ് ഓഫീസ്, പിന്നെ തൃശ്ശൂരും കോട്ടയത്തുമാണ് ബ്രാഞ്ച് ഓഫീസ്. തൃശ്ശൂർ നമ്മുടെ പൂത്തോള്. അപ്പം ഈ 3 ഓഫീസ് നമുക്കുള്ളൂ. 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് സ്റ്റുഡൻസും ഉണ്ട്, ട്രെയിനിങ്ങും കൊടുക്കുന്നു. നമുക്ക് ഇൻഹൗസ് ട്രെയിനിങ് ഉള്ള വളരെ ചുരുക്കം ഏജൻസികളിൽ ഒരു ഏജന്റാണ് നമ്മൾ PT ഒത്തിരി കാലം മുമ്പ് തന്നെ തുടങ്ങിയവരുമാണ്. അതായത് ആദ്യകാലത്ത് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് PT, അപ്പോൾ അവർ വന്നപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റി ഉണ്ട് നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ സമയത്തെ അത് ആ ട്രെയിനിങ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുട്ടികളുടെയും നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ കുട്ടികളുടെ ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും വീക്കിലി അറിയാൻ പറ്റും. അതെ, വീക്കിലി മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ കറക്റ്റ്. ശരിക്കും പറയാ അപ്പോൾ പോപ്പുലർ കോഴ്സസ് ശരിക്കും നിങ്ങളുടെ നഴ്സിംഗ് അല്ലാതെ വേറെ ഏതൊക്കെയാണ് പോപ്പുലർ കോഴ്സ്? നമുക്ക് വരുന്ന STEM ആണ് മെയിനായിട്ട് വരുന്നത്. സ്റ്റെമ്മും ഹെൽത്ത്, പിന്നെ നമുക്ക് എഡ്യൂക്കേഷനാണ് പിന്നെ വരുന്നത്. ഒരു സ്റ്റുഡൻറ്റോ നമ്മൾ ഇവിടുന്ന് എല്ലാം പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ കരുതലോടെ ഇരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ യൂണിവേഴ്സിറ്റികൾ എല്ലാ കാര്യങ്ങളും അവർ ഇമെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു പോർട്ടൽ, ലൈക്ക് ഒരു ലോഗിൻ ഡീറ്റെയിൽ ഉണ്ടാകും, ID ഉണ്ടാവും. അതിലെല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മസ്റ്റായിട്ടും ഒരു ഇമെയിൽ പോലും മിസ് ചെയ്യരുത്. ഓറിയൻറ്റേഷൻ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. ഓറിയൻറ്റേഷൻ്റെ ടൈമിലാണ് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടുക, ആ കോഴ്സ് പഠിക്കാൻ വരുന്നവർ. പിന്നെ ടൈം ടേബിളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതേ ടൈം ടേബിളിൽ വരുന്ന കൂടത്തിൽ വരുന്ന പിള്ളേർ, അതെല്ലാം ഓറിയൻറ്റേഷൻ്റെ ടൈമിലാണ് കിട്ടുക. പിന്നെ യൂണിവേഴ്സിറ്റി എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓറിയൻറ്റേഷന്. പിന്നെ ഈ ക്ലബ്സ്, അങ്ങനെ കുറേ സൊസൈറ്റി, അവരുടെ ഗ്രൂപ്പുകളുണ്ട്, അതിനകത്തൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഇത് കിട്ടുന്നതും ഓറിയൻറ്റേഷൻ്റെ ടൈമിലാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനെ സഹായിക്കുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോണ കുട്ടികളിൽ ചിലപ്പോൾ നിങ്ങൾ കാണുമല്ലോ, ഇത് ഏറ്റവും അധികം ഉപദേശം കൊടുക്കണം എന്തിനാ സാധാരണ? നല്ലപോലെ പഠിക്കണം. അങ്ങനെയല്ല പൊതുവെ നമ്മൾ വളരെ കറക്റ്റ് ആണത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ടൈം എടുക്കാൻ പറയും. ലൈക്ക് ഡോണ്ട് എക്സ്പെക്ട് നമ്മളൊരു എന്താ പറയുക ഡ്രീം ലാൻഡിൽ പോയി ലാൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ ആയിട്ട് പോകരുത്. നിങ്ങൾ ആദ്യം ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, എല്ലാം മാറി നിൽക്കുന്നു. ഇപ്പൊ വീട്ടിൽ സ്വാതന്ത്ര്യം ഒന്ന്, പിന്നെ വീട്ടിലൊരു എന്താ പറയുക ഫുഡ് പോലും എടുത്ത് കഴിക്കില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം, പാർട്ട് ടൈം ചെയ്യണം, പഠിക്കണം, എല്ലാം ഉണ്ട്. അപ്പം അതൊരു ഫസ്റ്റ് സെമസ്റ്റർ അതിനായിട്ട് കൊടുക്കാനായിട്ട് പറയും. ഒന്ന് സെറ്റിൽ ആവാൻ. അതിനുശേഷം പൊതുവെ എല്ലാവരും സ്മൂത്ത് ആയിട്ട് തന്നെ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് ലിവിങ് എക്സ്പെൻസ് പാർട്ട് ടൈം വഴി മീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു കുട്ടീനെ പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം പിന്നെ എപ്പോഴാണ്? ഈ കൗൺസിലിംഗ് തുടരുന്നുണ്ടോ പഠിക്കുന്നവരെ? അതായത് ഇപ്പം നമുക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ അവർ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ എന്തെങ്കിലും വീക്കായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതെ നമുക്ക് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഏജൻസിന് ആ റൈറ്റും ഉണ്ട്, ചോദിക്കാനുള്ള റൈറ്റും ഉണ്ട്, ഏജൻസിനോട് അവർ പറയുകയും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ഗാർഡിയനാണ്. അതെ.
ഈവൻ നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ലെവലിലും ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പൊതുവെ മലയാളി സ്റ്റുഡൻസിനെ കുറിച്ച് പറയുന്ന ഒരു സപ്പോർട്ട് ചോദിക്കാറില്ല, അവര് മിണ്ടാറില്ല. അവര് പൊതുവെ ഷൈ ആണ്. യൂണിവേഴ്സിറ്റികൾക്ക് ഇഷ്ടം പോലെ സപ്പോർട്ട് സർവീസ് ഉണ്ട്. ഈവൻ ഈ പറഞ്ഞ എംപ്ലോയബിലിറ്റിക്ക് സപ്പോർട്ട് ഉണ്ട്, പാർട്ട് ടൈമിന് സപ്പോർട്ട് ഉണ്ട്, കരിയർ ഹബ് ഉണ്ട്. അത് മലയാളികൾ അങ്ങനെയാണ് പൊതുവെ എല്ലാ. ഇപ്പം ഈവൻ ഫാക്കൽറ്റി ആണെങ്കിലും പറയുന്നതാണ്, ഇവർക്ക് മനസ്സിലായില്ല പോലും ഇവർ ചോദിക്കില്ല. അതാണ് പൊതുവെ മലയാളികളുടെ ഒരു. പക്ഷെ അത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? മാറ്റാൻ എത്ര ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങള് സെക്ഷൻ ഉണ്ട്, അതിനകത്ത് എല്ലാ കഥകളും പറഞ്ഞ വിടുന്നത്. ഒരു കാരണവശാലും മാറി നിൽക്കരുത്, എല്ലാത്തിനും ക്ലബിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം, അല്ലെ സൊസൈറ്റി മെമ്പർഷിപ്പ് എടുക്കണം, എല്ലാ ആക്ടിവിറ്റിക്കും ഇൻവോൾവ് ആവണം. പക്ഷെ ഇവിടുന്ന് പോകുന്ന ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ കുറച്ച് മാറുന്നു തോന്നി, ഇപ്പോഴത്തെ പിള്ളേർ ബ്രാൻഡ് അംബാസിഡറേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി അംബാസിഡറേഴ്സ് ഒക്കെ നമ്മുടെ തന്നെ പിള്ളേരായിട്ടുണ്ട്, അങ്ങനെ ആയി വരുന്നുണ്ട്. പോപ്പുലർ കോഴ്സസിൽ സ്റ്റെം പറഞ്ഞു, പിന്നെ അതുമാതിരി പിന്നെ ഹെൽത്ത് പറഞ്ഞു. വേറെ ഏതെങ്കിലും കോഴ്സസ് പോപ്പുലർ ആണോ അവിടുത്തെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾക്ക്? ഈ സ്റ്റെം എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആണല്ലോ. അപ്പം അതിനകത്ത് തന്നെ എഞ്ചിനീയേഴ്സിന്റെ എണ്ണം ഇപ്പം ഓസ്ട്രേലിയയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 2021 തൊട്ട് അങ്ങോട്ട് ഒരു 68,000 എഞ്ചിനീയേഴ്സ് റിട്ടയർ ആവാനിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതിലൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എഞ്ചിനീയേഴ്സിന്. പിന്നെ എഞ്ചിനീയേഴ്സിന്റെ പൊതുവെ മീഡിയൻ സാലറിയും വളരെ നല്ലതാണ് ഓസ്ട്രേലിയയിൽ. നോർമൽ ഇതിന് നോക്കുമ്പോൾ അല്ലേ, നോർമൽ ഇതിൽ ബാക്കി ഒക്യുപ്പേഷൻ വെച്ച് നോക്കുമ്പോൾ എഞ്ചിനീയേഴ്സിന് സാലറിയും വളരെ നല്ലതാണ്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ബാക്ക് ഫെസിലിറ്റിക്ക് എങ്ങനെയാണ്? സ്റ്റേ ബാക്ക് വരുന്നത് നമുക്ക് അപ് ടു 5 years ആണ്. അത് മാസ്റ്റേഴ്സ് കഴിയുന്ന ഒരു സ്റ്റുഡൻറ്റിന് അത് റീജിയണൽ സിറ്റി അങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 years സ്റ്റേ ബാക്ക് കിട്ടും. റീജിയണൽ സിറ്റി ആണെങ്കിൽ അത് 4 years, റീജിയണൽ ഏരിയ ആണെങ്കിൽ 5 years കിട്ടും. അത്രയും വലിയ എത്രത്തോളം ഉള്ളിലേക്ക് പോകുന്നു അത്രത്തോളം. അതെ, അത് റീജിയണൽ ഏരിയ അവർ കൂടുതൽ ആൾക്കാരെ ഇതാക്കാൻ വേണ്ടിയാണ്, കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയാണ് അത്രയും സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ സ്കോളർഷിപ്പിനുണ്ടോ അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഉണ്ടോ? നമുക്ക് വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്, 100% വരെയുള്ള സ്കോളർഷിപ്പുകളുണ്ട് നമുക്ക്. മിക്കവാറും യൂണിവേഴ്സിറ്റികൾക്കും ഉള്ളതാണ്, പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആണ്. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അത് മാർക്ക് ബേസിസ് ആണ്, മാർക്കിന് ബേസിൽ. മാർക്ക് പ്ലസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ നമുക്ക് സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ് അതൊക്കെ വെച്ചിട്ടാണ്. ഇതിപ്പോ കേട്ടാ എന്താണ് എക്സ്ട്രാ കരിക്കുലർ എന്ന് ഒരാളുടെ മനസ്സിൽ പോയിണ്ടോ? അത് എന്താ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടോ? ലൈക്ക് ഇപ്പൊ നമുക്ക് സ്പോർട്സ്, പിന്നെ NCCയിലൊക്കെ നമുക്ക് കരിയർ സൊസൈറ്റിക്ക് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇതിന്റെയൊക്കെ എന്തൊക്കെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. പൊതുവെ 100% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. ബട്ട് നോർമലി ഒരു 40% സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് അക്കാഡമിക് മെറിറ്റിന്റെ ബേസിൽ തന്നെ കിട്ടും. ഒരു 90-95% മേലെ മാർക്കുള്ള ഒരാൾക്ക് 40%. അത് +2 സ്റ്റുഡൻസിനാണ് കേട്ടോ, അത് 40% കിട്ടും. മാസ്റ്റേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു 80% മാർക്ക് മേളിലുണ്ടെങ്കിൽ, 85 മേളിലുണ്ടെങ്കിൽ നമുക്ക് 40% നോർമലി കിട്ടും. +2 സ്റ്റുഡൻസിന് 50% വരെയുണ്ട്, ബോണ്ടിന് 50%. പക്ഷെ ഇതൊക്കെയും ആൾക്കാർക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ നിങ്ങളെമാരുള്ള ഏജൻസിയോട് സംസാരിച്ചാൽ അന്ന് അറിയുന്നുള്ളൂ അല്ലേ? ഇപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ഏജന്റ് മാത്രമേ ഈ സ്കോളർഷിപ്പ് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു സ്റ്റുഡന്റ് വരുമ്പോൾ അത് ഓതന്റിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന് വെരിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, എന്നിരുന്നാൽ പോലും അല്ല, ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് അറിയാം സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് എന്തിലാണ്, അതിനപ്പുറത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. പിന്നെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ ഇപ്പം ഫിനാൻഷ്യൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബാങ്കുമായിട്ട് വെരിഫൈ ചെയ്ത് മെയിൽ അയച്ച് വെരിഫൈ ചെയ്തിട്ട് തന്നെ ബാങ്ക് മാനേജറുമായിട്ട് അവരുടെ അപ്രൂവലൊക്കെ മേടിച്ചിട്ട് അതായത് ജെനുവിൻ ആണോ എന്നുള്ള എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ വെക്കുന്നത്. ഇപ്പോൾ ആസ് എ ഒരു വുമൺ ഓൺട്രപ്രണർ ഞാൻ ചോദിക്കുകയാണ്, പെൺകുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ യൂഷ്വലി കരുതുന്ന സ്പെസിഫിക് ആയിട്ട്, ബിക്കോസ് നമ്മൾ കൂടുതലായിട്ട് കുറച്ചുകൂടെ ഒരു കരുതലുണ്ടാവുമല്ലോ, ബിക്കോസ് വി ആർ ഇൻ സച്ച് എ വേൾഡ്. അപ്പോൾ അതിന് സോനിയ നോക്കുന്ന ചില കാര്യങ്ങളുണ്ടോ പ്രത്യേകിച്ച്? ഞാനിത് ഞാൻ ജെൻഡർ ബൈസ്ഡ് പറയല്ല, പക്ഷെ പെൺകുട്ടികൾക്ക് കുറച്ച് സാധാരണ അച്ഛനമ്മർക്ക് പേടിയുണ്ടാവുമല്ലോ, ഏതോ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അല്ലല്ലോ, അത് കറക്റ്റ് ക്വസ്റ്റ്യനാണ്, കാരണം കൂടുതലും പെൺപിള്ളേരാണ് പോകുന്നത്. പക്ഷേ ഓസ്ട്രേലിയ ഭയങ്കര ഒരു സേഫ് കൺട്രിയാണ്. ഞാനാണേലും ഓസ്ട്രേലിയയിൽ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം പോകുന്നതാണ്. അപ്പം എനിക്ക് ഇവിടെ നടക്കാൻ പേടിയാണല്ലോ, ഓസ്ട്രേലിയയിൽ ഏത് സമയത്ത് എവിടെ പോകാനും ഒരു പേടിയില്ല. അതാണ് ഒരു മെയിൻ കാര്യം. അതായത് സുരക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. പിന്നെ ഈ സ്റ്റെമ്മിനകത്തൊക്കെ ഇപ്പോൾ പറഞ്ഞ സ്റ്റെം ഉണ്ടല്ലോ, സ്റ്റെമ്മിനകത്തൊക്കെ വിമൻ ഇൻ സ്റ്റെം എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയ ഭയങ്കരമായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. കാരണം എൻജിനീയേഴ്സിലൊക്കെ വിമൻ്റെ നമ്പർ ഭയങ്കര കുറവാണ്. അപ്പം ഇപ്പം വിക്ടോറിയ യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്
അക്കോമഡേഷൻ സ്കോളർഷിപ്പ് 1 year അക്കോമഡേഷൻ അത് ഫ്രീ ആണ്. ഗേൾസിന് ഫ്രീ ആണ്. അതിന് ഗേൾസിനാണ് പ്രിഫറൻസ്. അപ്പം പൊതുവെ കുറച്ചു കാലം കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പൊതുവെ കുറച്ച് വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ഇപ്പം എന്താ പറയുന്നത്, അതുപോലെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഭൂരിപക്ഷം വിമൻ ആയിരിക്കും. ആണല്ലേ? സോ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഓസ്ട്രേലിയ സെലക്ട് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു, ഈ സേഫ്റ്റി ഓഫ് കോഴ്സ്. പിന്നെ എനിത്തിങ് എൽസ് ലൈക്ക് വെദർ, കൾച്ചർ. എന്താ നമ്മളായിട്ടൊരു സാമ്യത കൾച്ചറിന്? സാമ്യതയല്ല, അത് മൾട്ടി കൾച്ചറലാണ്. ലൈക്ക് എല്ലാ കൾച്ചറിനെയും അവർ ഒരുപോലെ എംബ്രേസ് ചെയ്യുന്നവരാണ്. എല്ലാന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചർ അവിടെ ഫോളോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ കൺട്രി പോലെയാണല്ലോ. അപ്പം മൾട്ടി കൾച്ചറലാണ്. അവർ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലാണ്. നമ്മുടെ കൾച്ചറിൽ നിന്ന് നല്ല കാര്യങ്ങൾ അവരെടുക്കും, അതേസമയം തിരിച്ച് നമുക്ക് അവരുടെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് എടുക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് എന്താണ് മാറ്റാൻ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു മിത്ത് ഉണ്ടാവുമല്ലോ ഇത് ഓസ്ട്രേലിയ. പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടല്ല, പണ്ട് കാലത്ത് പേപ്പറിൽ വായിച്ചിട്ടുണ്ട് റേസിസം. അത് ഓസ്ട്രേലിയയെ കുറിച്ച് മിത്തിനേക്കാളും കൂടുതൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ സിഡ്നി മെൽബണുമാണ് ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ അഡലേഡ്, ക്യാൻബറ ക്യാപിറ്റൽ ടെറിട്ടറി ആണ്, അല്ല ക്യാപിറ്റൽ സിറ്റിയാണ് ക്യാൻബറ എന്നുള്ള ആർക്കും അറിയത്തില്ല. ഇന്ന് തന്നെ ഞാനൊരു ക്ലയന്റിനോട് സംസാരിച്ചപ്പോൾ ക്ലയന്റ് എന്നോട് പറയും സിഡ്നി അല്ലേ ക്യാപിറ്റല്. അപ്പൊ പുള്ളി പോകാൻ പോകുന്ന ആൾക്ക് പോലും അറിയത്തില്ല. നമ്മൾ ക്രിക്കറ്റ് കാണുന്ന സിഡ്നി മെൽബണും ആണല്ലോ. പിന്നെ അഡലേഡ് ഓവലുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കൊന്നും മലയാളത്തിന് അത്ര ഇല്ല. ബട്ട് പൊതുവെ ഓസ്ട്രേലിയയെ കുറിച്ച് പറഞ്ഞാൽ മെൽബൺ സിഡ്നിയാണ് ഓസ്ട്രേലിയ എന്നൊരു മിത്തുണ്ട്. ബട്ട് അതിലും കൂടുതൽ ഡെവലപ്മെന്റ്സും എല്ലാം കൂടുതൽ നടക്കുന്നത്. ഇപ്പൊ ഇപ്പൊ പുതിയ ഗവൺമെന്റ് ആണെങ്കിലും റീജിയണൽ സിറ്റീസും റീജിയണൽ ഏരിയയും ഡെവലപ്പ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. പെർത്തിലാണ് ഏറ്റവും കൂടുതൽ സാലറിയും കിട്ടുന്നത്. അതെ, മൈനിങ്ങും എല്ലാം ഉള്ളത്. മൈനിങ് ഇൻഡസ്ട്രി എവിടെ ആയതുകൊണ്ടാണ്. അതെനിക്ക് പുതിയ അറിവായിരുന്നു പെർത്തിനെ കുറിച്ച്. പെർത്താണ് ഏറ്റവും വലിയ. നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഏതെങ്കിലും സ്ഥലത്ത് പോയപ്പോൾ കേരളത്തിന്റെ സാമ്യത തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഗോൾഡ് കോസ്റ്റിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേരളം പോലെ ഏരിയ മൊത്തം ഒരു കേരളത്തിന്റെ ഒരു വെതറും നമ്മുടെ പ്ലാവും നമ്മുടെ മാവും നമ്മുടെ ബനാനയും എല്ലാ സാധനങ്ങളും. അപ്പൊ അത് നിങ്ങൾക്കതൊരു സെല്ലിംഗ് ഫാക്ടറാ അല്ലേ കുട്ടികളത് പറയാൻ? ഏകദേശം എത്ര കുട്ടികളെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞിട്ടുണ്ടോ ഈ 18 കൊല്ലത്തിൽ? അങ്ങനെ നോക്കണ്ട. അതിനകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മാക്സിമം ഒരു 500 ആ ഒരു റേഞ്ചേ ഉള്ളൂ. നമുക്ക് വലിയ വോളിയം ബേസിലല്ല ഞങ്ങൾ ചെയ്യുന്നത്. അത് വോളിയം ബേസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ചെയ്യാൻ പറ്റുന്നത് വൃത്തിയായിട്ട് ആ സ്റ്റുഡൻറ്റ് അവിടെ പോയി പഠിച്ച് സെറ്റിൽ ആവുക, അല്ലെങ്കിൽ അത് നല്ലൊരു അവർക്ക് ഒരു കരിയറിൽ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി പേര് വന്ന് എല്ലാവരും കൂടെ കയറ്റി വിടുന്ന കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഓസ്ട്രേലിയ മാത്രം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, ഓസ്ട്രേലിയക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഒത്തിരി പേരെ അങ്ങനെ എടുക്കുകയില്ല. എല്ലാത്തിനും അവർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു നമ്പർ ക്യാപ്പിംഗ് സിസ്റ്റം ഉണ്ട്. ഡയറക്ട്ലി ക്യാപ്പിംഗ് അല്ല. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു നിങ്ങളിപ്പോൾ പറഞ്ഞയച്ചു ആ കുട്ടി പഠിച്ചു, പക്ഷെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും അവിടെ നിന്ന് കിട്ടുന്ന അവരുടെ സാലറി പാക്കേജും ഇസ് ഇറ്റ് ഓക്കെ ടു ലിവ് ഹാപ്പിലി, സന്തോഷമായി ജീവിക്കാൻ അല്ലെങ്കിൽ സൗകര്യമായി ജീവിക്കാനുള്ള? തീർച്ചയായിട്ടും. കാരണം $68,000 ഒക്കെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിയുന്നവർക്ക് 65-ന് മുകളിലേക്കാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്, ആനുവൽ സാലറി വരുന്നത്. അത് സ്റ്റാർട്ടിംഗ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്, ജോബ് ഓഫർ കിട്ടുന്നതാണ്. അല്ലാതെ അവർ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 year അപ്രന്റീഷിപ്പ് കഴിഞ്ഞിട്ടോ അല്ല കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു എമൗണ്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഒട്ടും ബുദ്ധിമുട്ടില്ല. പിന്നെ പാർട്ട് ടൈമിലൂടെ ആണെങ്കിലും ഇപ്പോൾ ഇവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈമിലൂടെ ആണെങ്കിലും അവർക്ക് 48 hours വർക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു ഏണിങ്സ്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്കതൊരു നല്ല ഏണിങ്സ് ആണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ റൂളുകൾ മാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് കൂടുതൽ ഫോക്കസ് ആവും അല്ലേ ഇനി? അല്ല, അത് പണ്ടേ എത്ര ഫോക്കസ്ഡ് ആണെങ്കിലും മറ്റ് ഏജൻസികളാണേലും മറ്റ് സ്റ്റുഡൻസ് ആണേലും, ഇപ്പം പല കൺട്രിയിലേക്ക് പോകാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണേലും ഓസ്ട്രേലിയ ആണ് ഇപ്പം അവർ നോക്കുന്നതെങ്കിൽ പോലും ഇതിനെല്ലാത്തിനും ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ആണേലും ഗവൺമെൻറ് ആണേലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേരെ എടുക്കുകയില്ല. എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയയാണ് ഫോർ ഷുവർ. കാരണം UK ഓസ്ട്രേലിയയെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഗ്യാരണ്ടീഡ് ഔട്ട്കം ഉണ്ടാകും, ഒരു ജോബ് ഔട്ട്കം ഉണ്ട്. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു കോഴ്സ് ആ കൊച്ചിന് ഇഷ്ടമാണെന്നും പറഞ്ഞ് ആ കോഴ്സിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽ കൗൺസിലിംഗ് സെഷനിൽ തന്നെ പറയും, ഒരു ഫ്യൂച്ചർ ജോബ് പ്രോസ്പെക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്.
പിന്നെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും ഫ്യൂച്ചർ ലേബർ മാർക്കറ്റൂടെ നോക്കിയിട്ടാണ്. യൂണിവേഴ്സിറ്റീസ് ആണല്ലോ സപ്ലയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ പറഞ്ഞ ഒരു ഗ്യാരണ്ടീഡ് ഒരു റിട്ടേൺ ഉള്ളത് കൊണ്ട് എപ്പോഴും UK-ക്കാളും കാനഡയെക്കാളും പിന്നെ US എപ്പോഴും ഒരു 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 എന്താ പറയുന്നത് പോളിസി മേക്കിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. പക്ഷേ അവരെല്ലാവരും എടുക്കില്ല. ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി എപ്പോഴും ഫോക്കസ്ഡ് ആണ്. ഇത്രയും 18 കൊല്ലത്തിലുള്ള ഈ ഒരു ഓരോ പ്രാവശ്യം ഓരോ ഈ ഓസ്ട്രേലിയക്ക് ഒരുപാട് കുട്ടികൾ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ഫേസ് ചെയ്ത ചാലഞ്ച് എന്താണ് ഇൻ സച്ച് ആൻ എൻഡ്? കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഇതേ ഇൻഡസ്ട്രിയിൽ ഇതേ കോമ്പറ്റീഷനിലും ഒക്കെ. നിങ്ങളുടെ ചാലഞ്ച് എന്താണ് ശരിക്കും പറയാൻ? നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസ് ആണ്. അവർ മിസ്ലീഡ് ചെയ്യപ്പെടുന്നു സ്റ്റുഡൻസിനെ. അതായത് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ഈ പറയുന്ന സ്റ്റുഡൻസ് എല്ലാം അവർ പറയുന്ന കേൾക്കുകയും ചെയ്യും. അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വാദോരാതെ കഥകളൊക്കെ പറയുമ്പം അത് പോളിഷ്ഡ് ആയിട്ടുള്ള കഥകൾ പറയുമ്പം അതാണ് സത്യം എന്നോർത്ത് ഇവരവിടെ ചെല്ലും. അവിടെ ചെന്ന് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു നാഷണൽ കമ്പനി വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അണ്ടറിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്, സബ്ബായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പം അവരുടെ അവിടെ നിന്ന് കഥകൾ കേട്ടിട്ട് വേണം ഇവർക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ. അതിൻ്റെ ഡിലേ വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ്. മുമ്പേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര പൈസ ചിലവാക്കേണ്ടി വരും ഒരു ബോൾ പാർക്ക് ഫിഗർ ഒരു കുട്ടിക്ക് പോകാനായിട്ട്, ഡിപ്പെൻഡിങ് ഓൺ എനി കോഴ്സ്, സാധാരണ നിലയിൽ വരുന്നൊരു ആവറേജ്? അതായത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നല്ല മാർക്കുള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 to 50 lakhs ഡിഗ്രിക്കും മാസ്റ്റേഴ്സിന് ബാച്ചലർ ഡിഗ്രിക്ക്. മാസ്റ്റേഴ്സിന് വരുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു 40 lakhs-ഓളം, ഒരു 35-40 lakhs-ഓളം മാക്സിമം വരുന്ന കോസ്റ്റാണ് വിത്തൗട്ട് സ്കോളർഷിപ്പ്. അതൊരു ടോട്ടൽ കോസ്റ്റാണ് പ്രത്യേകം പറഞ്ഞത്. ബട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് സെമസ്റ്റർ ഫീയും ഇൻഷുറൻസും അടച്ചിട്ടാണ് പോവുക. അപ്പം ഇപ്പം ഡിഗ്രി ആണ് ഈ പറഞ്ഞതിന്റെ ഡിവൈഡഡ് ബൈ 4 വരിക. ഫസ്റ്റ് സെമസ്റ്റർ ട്യൂഷൻ ഫീ മാത്രമേ ഇവിടെ അടയ്ക്കുന്നുള്ളൂ. ലിവിംഗ് എക്സ്പെൻസ് ഇപ്പൊ കാനഡയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ടോട്ടൽ എമൗണ്ടും അവിടെ അടയ്ക്കണ്ട. ടോട്ടൽ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് തന്നെ പിള്ളേർ പൊതുവെ ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ്. ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ ലോണിന്റെ ഒരു ഹബ്ബാണ്. എല്ലാ ബാങ്കുകാരും ലോണും കൊടുക്കുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ലോണിൽ ലോൺ ഇല്ല കേട്ടോ, എന്റെ മോനെ ലോൺ കൊടുത്തില്ല. എഡ്യൂക്കേഷൻ ലോണിന്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ ഫീ അടയ്ക്കുന്നത് ലോണിൽ നിന്നാണ്. അപ്പൊ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കൂടുതൽ വരില്ല. യെസ്, മറ്റത് ടോട്ടൽ കോസ്റ്റ് 10 ലക്ഷത്തിൽ കൂടുതൽ എന്തായാലും 3 കൊല്ലത്തേക്ക് സമയമുണ്ടല്ലോ. അതും ലോണിൽ നിന്നാണ് ഇവർ അടയ്ക്കുക. ഓരോ സെമസ്റ്റർ ലോണിൽ നിന്നാണ് അടയ്ക്കുക. അത് മാത്രമല്ല ഈ ROI എന്ന് പറയുന്നത് അവിടെ ചെന്ന് അവർക്ക് ജോലി ഉണ്ട് എന്നുള്ളതാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് എപ്പോഴും ഓസ്ട്രേലിയയുടെ ഒരു പ്ലസ് പോയിന്റ്. $68,000 എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. അപ്പോൾ അത് ഏകദേശം എത്ര പൈസ വരും? ഒരു 35 to 40 lakh അത് ആനുവലി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറുമ്പോൾ തന്നെ. അത് ആക്ച്വലി അവിടെ ഉള്ള കോസ്റ്റ് ഓഫ് ലിവിങ് അത് എളുപ്പമാണല്ലേ? തീർച്ചയായിട്ടും ലിവിങ് കോസ്റ്റ് വളരെ കുറവുള്ള ഒരു കൺട്രിയാണ്. കാരണം കൂടുതലും അവർ മീറ്റ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അതായത് അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഉള്ള കൺട്രിയാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് പിന്നെ അതായത് എന്താ പോൾട്രി ആണെങ്കിൽ അത് പക്ഷേ ലിവിങ് കോസ്റ്റിനകത്ത് റെന്റ് നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. ലൈക്ക് ഒരു കുറച്ച് റീജിയണൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവിങ് കോസ്റ്റ് കുറവാണ്. ഈ പറഞ്ഞ മെയിൻ സിറ്റികളിലാണ് ലിവിങ് കോസ്റ്റ് കൂടുതൽ. നമ്മൾ എടുക്കുന്ന ഒരു അക്കോമഡേഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ടോപ്പ് ടിയർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ടോപ്പ് ടിയർ സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റിയും എന്നാൽ റീജിയണൽ ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റിയും അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടോ? ഓസ്ട്രേലിയക്ക് ശരിക്കും ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് 8 എന്ന് പറഞ്ഞൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. നോർമൽ ഓസ്ട്രേലിയൻ ടെക്നോളജി യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിസർച്ച് ഫോക്കസ്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പം നമ്മുടെ ഫ്യൂച്ചർ നമ്മളിപ്പോൾ റിസർച്ചാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു പാത്വേ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഗ്രൂപ്പ് ഓഫ് 8 ഈസ് വെരി ഗുഡ്. അല്ലാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്, റീജിയണൽ യൂണിവേഴ്സിറ്റികൾ. അവർ റീജിയണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റീജിയണൽ. ഇപ്പോൾ ഈ പറഞ്ഞ അഡലൈഡ് റീജിയണൽ സിറ്റിയാണ്, ക്യാൻബറ ക്യാപിറ്റൽ തന്നെ റീജിയണൽ സിറ്റിയാണ്, പെർത്ത് റീജിയണൽ സിറ്റിയാണ്. അത് ഓസ്ട്രേലിയയുടെ ഒരു കാറ്റഗറൈസേഷൻ മാത്രമാണ് റീജിയണൽ സിറ്റി, മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയുന്നത്. കാരണം ഈ മെൽബൺ, സിഡ്നി അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഓൾറെഡി എന്താ പറയുന്ന ഒരുപാട് ക്രൗഡ് ആയതുകൊണ്ട് ഓസ്ട്രേലിയ ബാക്കി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ക്വാളിറ്റിക്കകത്ത് ഒരു വ്യത്യാസവും വരികയില്ല. എല്ലാ യൂണിവേഴ്സിറ്റിയും ഡെലിവർ ചെയ്യുന്നത് സെയിം കോഴ്സാണ്.
കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അക്രഡിറ്റഡ് പ്രോഗ്രാം ആണോ നോക്കുക. മിക്കവാറും യൂണിവേഴ്സിറ്റികളെല്ലാം അക്രഡിറ്റഡ് പ്രോഗ്രാംസ് ആണ്. ഇത് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് 8 ആണെങ്കിലും ഒരു റീജിയണൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അക്രഡിറ്റഡ് പ്രോഗ്രാം തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഈ ഓസ്ട്രേലിയയിൽ ഒരുപാട് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിനകത്ത് TEQSA എന്ന് പറഞ്ഞിട്ടൊരു റെഗുലേറ്ററി ബോഡി ഉണ്ട്, നാഷണൽ കോഡ് ഉണ്ട്, ESOS ഉണ്ട്, AQF ഉണ്ട്. ഇതൊക്കെ റെഗുലേറ്ററി ബോഡിയും ഇതിൻ്റെ അണ്ടറിലുള്ള ആക്റ്റുകളുമാണ്. ഇത് എല്ലാ യൂണിവേഴ്സിറ്റിയും സെയിം ബോഡിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ സെയിം ക്വാളിറ്റിയാണ് എല്ലാവരും കൊടുക്കുന്നത്. റിസർച്ച് ക്വാളിറ്റി ഓഫ് കോഴ്സ് ഗ്രൂപ്പ് ഓഫ് 8 കൂടുതലാണ്. അവിടെയുള്ള എന്താ പറയുന്ന പ്രൊഫസേഴ്സ് കൂടുതൽ റിസർച്ചിൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും, കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നവരായിരിക്കും. യെസ്, അതിന്റെ ബേസിൽ അവരുടെ റാങ്കിങ്, 11 നോബൽ പ്രൈസ് ഒക്കെ മേടിച്ച യൂണിവേഴ്സിറ്റി അതിന്റെ ബേസിൽ അവരുടെ റാങ്കിങ് റേറ്റിംഗ് ഒക്കെ കൂടിയിരിക്കും. ബട്ട് റാങ്കിങ്ങിന്റെ ബേസ് നമ്മുടെ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആവശ്യം ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പം അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് റീജിയണൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അവർ റിസർച്ച് യൂണിവേഴ്സിറ്റി അല്ലെ ഗ്രൂപ്പ് ഓഫ് 8 അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബിക്കോസ് അവരുടെ പിള്ളേർ ഇനിയും ഫർദർ പഠിക്കാൻ പോവാണ്, റിസർച്ച് ചെയ്യാൻ പോവാണ്. അവർ റിസർച്ച് ഫണ്ടിങ്ങിനെ കുറിച്ചായിരിക്കും അവർക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇത് റീജിയണൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ 2 ഗുണമുണ്ട്. ചെറിയ ക്ലാസ് സൈസ് ആയിരിക്കും. വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇപ്പം ഞങ്ങൾ പോകുമ്പോഴാണേലും സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയുടെ ലെക്ചർ തിയേറ്റർ ഒക്കെ ഭയങ്കര വലുതാണ്. ഐ മീൻ ലൈക്ക് ബിഗ് ക്ലാസ് സൈസ് ആണ്. റീജിയണൽ യൂണിവേഴ്സിറ്റീസ് സ്മോൾ ക്ലാസ് സൈസ് ആണ്. അപ്പം നമ്മളെപ്പോലെ കേരളത്തിൽ നിന്ന് പോകുന്ന പിള്ളേർക്ക് എപ്പോഴും കുറച്ചും കൂടി ഒരു അവരുടെ എന്താ പറയുന്ന പേഴ്സണലൈസ്ഡ് സപ്പോർട്ടാണല്ലോ നല്ലത്. അപ്പം അത് ഒന്ന്. പ്ലസ് റീജിയണൽ യൂണിവേഴ്സിറ്റികളാകുമ്പം എപ്പോഴും കോസ്റ്റ് ഓഫ് ലിവിങ് കുറവായിരിക്കും. പിന്നെ സെയിം ക്വാളിറ്റി ഔട്ട്കം തന്നെയാണ് കിട്ടുക. സെയിം അക്രഡിറ്റഡ് കോഴ്സ് തന്നെയാണ് പഠിക്കുക. ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റിയിൽ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. മീഡിയൻ സാലറി പോലും ചില ഓക്യുപ്പേഷനുകളിലൊക്കെ ഇപ്പോൾ ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റി, നമുക്ക് ഗ്രാജുവേറ്റ് ഔട്ട്കം സർവേ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ സർവേ ഉണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. മിക്കവാറും റീജിയണൽ യൂണിവേഴ്സിറ്റികൾക്കായിരിക്കും മീഡിയൻ സാലറിയും ഈ ഗ്രാജുവേറ്റ് എംപ്ലോയബിലിറ്റി റേറ്റും ഒക്കെ കൂടുതൽ. ഇത്രയും കാലത്തിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരുടെ അഭിപ്രായം എന്താ? അതായത് ഓഫ് കോഴ്സ് ഈ ചോദിക്കില്ല ഹെൽപ്പ് എന്ന് പറഞ്ഞു, വേറെ കാര്യം ലൈക്ക് വളരെ നല്ല പിള്ളേരാണ് നമ്മുടെ പിള്ളേർ. ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ബ്രില്യന്റ് ആണ്. പിന്നെന്താ, നല്ലോണം പഠിക്കുകയും ചെയ്യും. ഇത്രയും പൈസയും ചെലവാക്കി പേരൻസ് എല്ലാ ദിവസവും വിളിച്ച് അല്ലല്ല, പൊതുവെ നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആണ്. വളരെ ഡിസിപ്ലിൻഡ് ആണ്. നല്ല എന്ത് കാണിച്ചാലും നല്ല കുട്ടികളാണ്. അതെന്താണെന്നറിയോ? കാരണം നമ്മളിവിടെ, അത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ജനറലി ഉള്ള കാര്യം. ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ലോണൊക്കെ എടുത്ത് കാരണവന്മാർ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടല്ലേ വിടുന്നത്. ഇത് ലോൺ തിരിച്ചടയ്ക്കേണ്ട ആ കൊച്ചിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, അത് കുറച്ച് റെസ്പോൺസിബിലിറ്റി വരും, പ്രായം കൂടും, വേറെ രാജ്യം കാണും. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നന്നായി. അതെ, ഇതെന്റെ അവസാനത്തെ ചോദ്യമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഇനി ഓസ്ട്രേലിയ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകണമെങ്കിൽ അത് ഏതായിരിക്കും, ഏത് കോഴ്സായിരിക്കും? ഇത്രയും കുട്ടികൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത രണ്ടുപേർക്ക്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. 26 ഇയേഴ്സ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസ തരത്തില്ല. അതൊരു വലിയ അറിവാണ്. എന്റെ ആഗ്രഹം വേണ്ടാച്ചു. അല്ല, ഞങ്ങൾക്ക് സ്റ്റുഡന്റ് വിസ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഓൺലി ഫോർ ബിസിനസ്, ബിക്കോസ് വി ആർ ഡൂയിങ് ബിസിനസ്. നല്ല പോയിന്റ്, അത് നല്ല പോയിന്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഒരു വേറൊരു നാട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ റീജിയണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടോപ്പ് ടിയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ അവിടുത്തെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയ കണ്ടിട്ടില്ല. പക്ഷേ ആ ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ ഒരു എക്സ്പോഷർ. താങ്ക് യു സോ മച്ച്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യും. കാരണം ഓസ്ട്രേലിയ സ്വപ്നം കണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്വപ്നം നടക്കുന്ന ആൾക്കാർക്ക്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. താങ്ക് യു.